സൈലം ലേണിംഗ് ഞാൻ നിങ്ങളുടെ സ്വന്തം മിസ്. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് മിസ് നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുണ്ടെന്നറിയോ മക്കളെ? നമ്മുടെ കെമിസ്ട്രിയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 10 ക്വസ്റ്റ്യൻ, അതായത് വെറും 10 ക്വസ്റ്റ്യൻ നിങ്ങളുടെ അടുത്തേക്ക് തരാനാണ്. അപ്പൊ വെറും 10 ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റില്ല. ഈ 10 ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ 30 മാർക്ക് വരെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അത്രയും അധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അത്രയും അധികം നമ്മുടെ ഈ SSLC കെമിസ്ട്രിയുടെ ഏറ്റവും കോർ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് നോക്കാം മക്കളെ. സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് സം എലമെന്റ്സ് ആർ ഗിവൺ. നോക്കിക്കേ, കുറച്ച് ആൾക്കാരുടെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിലോ ദാ വിച്ച് ഓഫ് ദീസ് എലമെന്റ്സ് ബിലോങ്സ് ടു ദ സെയിം ഗ്രൂപ്പ്. ഇതിൽ ആരൊക്കെയാണ് സെയിം ഗ്രൂപ്പിലുള്ളതെന്നാ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇവിടെ ഓരോരുത്തരുടെയും ഗ്രൂപ്പ് കണ്ടുപിടിക്കാം. ഇവന് നോക്കിക്കേ, ഇവൻ എ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാ ഗ്രൂപ്പ് കണ്ടുപിടിക്കുക? അതിനാദ്യം നമ്മൾ ബ്ലോക്ക് ഐഡന്റിഫൈ ചെയ്യണം. ഏത് ബ്ലോക്കിലെ ആളാണ് നോക്കണം. ഇവിടെ എ എടുത്തു കഴിഞ്ഞാൽ എയിലെ ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്തത് പി സബ്ഷെല്ലിലാണ്. സോ ഇവനൊരു പി ബ്ലോക്ക് എലമെന്റ് ആണ് അല്ലേ? പി ബ്ലോക്ക് എലമെന്റ് ആണെങ്കിൽ ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഔട്ടർ മോസ്റ്റ് പിയിലെ സബ്ഷെല്ലുകളുടെ ഇലക്ട്രോണിന്റെ എണ്ണത്തോട് 12 കൂട്ടിയാൽ മതി അല്ലേ? ഇവിടെ നോക്കിക്കേ, ഇവിടെ പിയിൽ 5 ഇലക്ട്രോൺസ് ഉണ്ട്. സോ ഞാൻ 5 + 12 ചെയ്യും, 17 എന്നെനിക്ക് ആൻസർ കിട്ടും. അപ്പോൾ എയുടെ ഗ്രൂപ്പ് നമ്പർ 17 ആണ്. ഇനി ബി എടുത്താൽ ബിയുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ അല്ലെ ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്തത് 4s-ലാണ്. അതായത് ഇതൊരു എസ് ബ്ലോക്ക് എലമെന്റ് ആണ്. എസ് ബ്ലോക്ക് എലമെന്റ് ആണെങ്കിൽ നമുക്കറിയാം അല്ലെ, എസ്സിൽ എത്രയാണോ ഇലക്ട്രോൺസ് അത് തന്നെയാണ് അവന്റെ ഗ്രൂപ്പ് നമ്പർ. ഒരു ഇലക്ട്രോൺ ആണെങ്കിൽ ഫസ്റ്റ് ഗ്രൂപ്പ്, 2 ഇലക്ട്രോൺ ആണെങ്കിൽ സെക്കൻഡ് ഗ്രൂപ്പ്. ഇവിടെ ഒരു ഇലക്ട്രോൺ ആണുള്ളത്. സോ ബിയുടെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത് എത്രയാ? 1 ആണ്. ഇനി വീണ്ടും നോക്കിക്കേ മക്കളെ, ആർഗൺ 3d5 4s2. നോക്കിക്കേ, അവിടെ 3d സബ് ഷെല്ല് വന്നു. അതായത് ഇവനൊരു ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്തത് എവിടെയാ? ഡി സബ് ഷെല്ലിലാണ്. അപ്പൊ ഇതൊരു ഡി ബ്ലോക്ക് എലമെന്റ് ആണ് മക്കളെ. ഒരു ഡി ബ്ലോക്ക് എലമെന്റ് ആണെങ്കിൽ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവസാനത്തെ ഡിയിലെയും എസിലെയും ഇലക്ട്രോണുകളെ തമ്മിൽ ആഡ് ചെയ്യാം. ഇവിടെ ഡിയിൽ 5 ഇലക്ട്രോൺ ഉണ്ട്, എസിൽ 2 ഇലക്ട്രോൺ ഉണ്ട്. അതും കൂടെ കൂട്ടിയാൽ നമുക്ക് 7 എന്ന് കിട്ടും. അപ്പൊ സിയുടെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത് എത്രയാ? 7 ആണ്. ഇനി ലാസ്റ്റ്ലി നോക്കിക്കേ, നമ്മുടെ ഡി എടുത്താൽ നോക്കിക്കേ, ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്തത് എവിടെയാ? 4p അല്ലെ? പി സബ്ഷെല്ലിലാണ്. സോ ഇവനൊരു പി ബ്ലോക്ക് എലമെന്റ് ആണ്. പി ബ്ലോക്ക് ആണെങ്കിൽ എങ്ങനെ ഗ്രൂപ്പ് കണ്ടുപിടിക്കുക? അവസാനത്തെ പി സബ്ഷെല്ലുകളുടെ ഇലക്ട്രോണുകളുടെ എണ്ണത്തോട് 12 കൂട്ടുക. സോ 5 + 12 അതായത് നമുക്ക് 17 എന്ന ആൻസർ കിട്ടും. ഓക്കെ, 17 എന്ന ആൻസർ കിട്ടി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമുക്ക് കിട്ടിയല്ലേ? ആരൊക്കെയാണ്? നമ്മുടെ എയും ഡിയുമാണ് ഒരേ ഗ്രൂപ്പിലുള്ള ആൾക്കാരെന്ന് പറയാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് എലമെന്റ് ഹാസ് ദ ലോവസ്റ്റ് അയോണൈസേഷൻ എനർജി? ഏറ്റവും കുറവ് അയോണീകരണ ഊർജ്ജമുള്ളത് ആർക്കാ? നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള എസ് ബ്ലോക്കിനെ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ, എസ് ബ്ലോക്കിലെ ആൾക്കാർക്ക് അയോണൈസേഷൻ എനർജി കുറവാണ്, ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറവാണെന്നൊക്കെ. അപ്പൊ നോക്കിക്കേ, ഇവിടെ എസ് ബ്ലോക്കിലുള്ള ആരെങ്കിലും ഉണ്ടോ? എസ് ബ്ലോക്കിലുള്ള ആരാ ഇവിടെ ഉള്ളത്? എസ് ബ്ലോക്കിലുള്ള നമ്മുടെ ബി ഇവിടെ ഉണ്ട് അല്ലേ? അപ്പൊ ബിക്കായിരിക്കും. അപ്പൊ ബി എടുത്തു കഴിഞ്ഞാൽ അതൊരു നല്ല മെറ്റലാണ്, ഒരു നല്ലൊരു ലോഹമാണ്. ഇവന്റെ അയോണൈസേഷൻ എനർജിയും ഇലക്ട്രോ നെഗറ്റിവിറ്റി ഒക്കെ എന്നാൽ വളരെ കുറവായിരിക്കും. സോ നോക്കിക്കേ, ഇവിടെ ഏറ്റവും കുറവ് അയോണൈസേഷൻ എനർജി ഉള്ളത് നമ്മുടെ ബിക്കാണ്. ഇനി എലമെന്റ് ദാറ്റ് ഓൾവേസ് ഷോസ് +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. +1 ഓക്സീകരണാവസ്ഥ കാണിക്കുന്നത് ആരാ? ഇതൊക്കെ മിസ് തിയറി ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തതെന്നാണ്. നമ്മുടെ ഗ്രൂപ്പ് 1 എലമെന്റുകൾ എപ്പോഴും ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുക. സോ അവരുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വിൽ ബി ഓൾവേസ് +1. ഗ്രൂപ്പ് 2 ആണെങ്കിൽ അവർ 2 ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കും. സോ അവരുടെയൊക്കെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എപ്പോഴും +2 ആയിരിക്കും. അപ്പൊ നോക്കിക്കേ, ഇവിടെ ആരാ ഉള്ളത്? നമ്മുടെ ബി അല്ലെ? ബി ആണ് ഗ്രൂപ്പ് 1-ലുള്ളത്. അപ്പൊ ബി ആണ് എപ്പോഴും +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുക. സോ ആൻസർ ഇസ് ബി. ഇനി നോക്കിക്കേ, റൈറ്റ് ഡൗൺ ദ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് C4+ അയൺ. നോക്കിക്കേ, ഇവിടെ സി എന്ന് പറഞ്ഞാൽ ആരാ? ഇവിടെ സി എന്ന് പറഞ്ഞാൽ ആർഗൺ 3d5 4s2 ആണ്. ഇതാണ് നമ്മുടെ സി. ഈ സി അതായത് C4+ അയൺ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിച്ചിട്ടുള്ളത്? നമ്മുടെ സിക്ക് 4 ഇലക്ട്രോൺസിനെ നഷ്ടപ്പെട്ടു അല്ലെ, 4 ഇലക്ട്രോൺസ് വിട്ടുകൊടുത്തു. അതുകൊണ്ടാണ് 4 പോസിറ്റീവ് ചാർജ് വന്നത്. അങ്ങനെ C4+ അയണായി. ഈ അയണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണം. നമ്മൾ എങ്ങനെ എഴുതുക? എങ്ങനെയാണ് നമുക്ക് എഴുതാനായിട്ട് പറ്റുക മക്കളെ? ആദ്യം നമ്മൾ ഇലക്ട്രോൺ 4s-ൽ നിന്ന് കളയണം അല്ലെ? ആദ്യം ഇലക്ട്രോണിനെ നമ്മൾ 4s-ൽ നിന്ന് റിമൂവ് ചെയ്യണം. 4s-ൽ നിന്ന് റിമൂവ് ചെയ്തതിന് ശേഷം മാത്രമേ ഡിയിൽ നിന്ന് കളയാൻ പാടുള്ളൂ. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണ്ടേ? ആദ്യം 4s-ലെ 2 ഇലക്ട്രോൺസിനെ കൊടുത്തു, അതിനുശേഷം 3d-യിലെ 2 ഇലക്ട്രോൺസിനെ കൊടുത്തു. അപ്പൊ മിച്ചം വരെ എത്രയാ? 5-ൽ നിന്ന് 2 പോയാൽ ബാക്കി 3 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ C4+ അയണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആർഗൺ 3d3 ആയിരിക്കും.
ആർഗൺ 3D3 എന്നാ വരിക. മക്കളെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. എന്താണ് നോക്കിക്കേ, കുറച്ച് സാധനങ്ങൾ തന്നിട്ടുണ്ട്. അതായത് പ്രഷറും വോളിയം അല്ലെ, അതായത് മർദ്ദവും വ്യാപ്തവും തമ്മിലുള്ള കുറച്ചൊരു ടേബിൾ ഒക്കെ തന്നിട്ടുണ്ട്. അതായത് എന്താ ക്വസ്റ്റ്യൻ എന്താ മക്കളെ, വാട്ട് വിൽ ബി ദ വോളിയം ഓഫ് ദ ഗ്യാസ് അറ്റ് 1 atmospheric പ്രഷർ. ഒരു മർദ്ദത്തിൽ, ഒരു ATM മർദ്ദത്തിൽ ഈ വാതകത്തിന്റെ വ്യാപ്തം എത്രയായിരിക്കും? മക്കളെ ആദ്യം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ ആദ്യം എന്താ ഐഡന്റിഫൈ ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത് ഇത് ഏത് ലോ ആണെന്നാ. മക്കളെ പ്രഷറും വോളിയം PV എന്ന് കണ്ടാൽ നമ്മുടെ പാവം ബോയിൽ ആണല്ലേ, അതായത് ബോയിൽസ് ലോ ആണ്. ബോയിൽസ് ലോ എന്താ പറയുന്നത്? ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ പ്രഷറും വോളിയവും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് അല്ലെ. താപനില സ്ഥിരമാണെങ്കിൽ മർദ്ദവും വ്യാപ്തവും വിപരീത അനുപാതത്തിലായിരിക്കും. ദാറ്റ് മീൻസ് P proportional to 1/V. ഇനി പ്രോബ്ലം ചെയ്യാൻ നമ്മുടെ ഇക്വേഷൻ എന്താ? P1V1 is equal to P2V2. ഓക്കെ അല്ലേ? ശരി, അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. ഇവിടെ P1 ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ളവരെ എടുക്കാം. ഓക്കെ, പ്രഷർ P1V1 നമുക്ക് കുറച്ച് വാല്യൂസ് വേണം. അത് നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമുള്ള ആരുടെ വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ഇയാളെ എടുക്കാണ്. ഓക്കെ, അപ്പൊ P1 എന്ന് പറയുന്നത് ഇവിടെ 8 ATM ആയിട്ട് ഞാൻ എടുക്കുന്നു. V1 അതിന് നേരെയുള്ള വോളിയം ആണ് V1, അത് 3 ലിറ്റർ ആയിട്ട് ഞാൻ എടുക്കാണ്. ഇനി നോക്കിക്കേ, P2 തന്നിട്ടുണ്ട് അല്ലെ. P2 എത്രയാ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്? 1 ATM ആണ്. അപ്പോൾ പ്രഷർ 1 ATM ആയിരിക്കുമ്പോൾ വോളിയം എത്രയാണ്? ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്കിനി നമ്മുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം എല്ലാം. അതായത് നോക്കിക്കേ, P1 എന്ന് പറഞ്ഞാൽ 8 ആണ്, V1 എന്ന് പറഞ്ഞാൽ 3 ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു P2, അതായത് 1 ഇൻറ്റു V2 എത്രയാ നമുക്കറിയില്ല. ഓക്കെ, അപ്പൊ നോക്കിക്കേ, V2 എന്ന് പറയുന്നത് എത്രയാ വരെ? ഇത് 1 അല്ലേ എന്തായാലും, പോട്ടെ. അപ്പൊ നോക്കാം, V2 എന്ന് പറയുന്നത് 8 3s are 24 ലിറ്റർ എന്ന് നമുക്ക് ആൻസർ കിട്ടിയോ? അപ്പൊ പ്രഷർ കുറച്ചപ്പോ വോളിയം കൂടി, ശരിയല്ലേ? അത് തന്നെയല്ലേ ബോയിൽസ് ലോ പറയുന്നത്. അപ്പൊ നോക്കാം, ഇവിടെ V2 എന്ന് വോളിയം എന്ന് പറയുന്നത് 24 ലിറ്റർ ആയിരിക്കും. മക്കളെ നിങ്ങൾ യൂണിറ്റ് എഴുതാനായിട്ട് മറക്കരുത് കേട്ടോ. യൂണിറ്റ് എന്തായാലും നിങ്ങൾ എഴുതി കൊടുത്തേ പറ്റുള്ളൂ. പ്രഷർ ആണെങ്കിൽ ATM, വോളിയം ആണെങ്കിൽ ലിറ്റർ, ടെമ്പറേച്ചർ ആണെങ്കിൽ കെൽവിൻ. ഇങ്ങനെ നിങ്ങൾ എന്തായാലും യൂണിറ്റ് എഴുതി കൊടുക്കുക. റെഡി? ക്ലിയർ ആണോ? ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദ മോളിക്കുലർ മാസ് ഓഫ് വാട്ടർ ഈസ് 18. അതായത് ജലത്തിന്റെ മോളിക്കുലർ മാസ് എന്ന് പറയുന്നത് 18 ആണ്. അങ്ങനെ ഹൗ മെനി മാസ് ഓഫ് GMM ഫൈൻഡ് ദ 1 gram. അതായത് മക്കളെ ഫൈൻഡ് ദ മാസ് ഓഫ് GMMH2. അതായത് 1 ഗ്രാം മോളിക്കുലർ മാസ് വാട്ടറിന്റെ മാസ് എത്രയാ? 1 ഗ്രാം മോളിക്കുലർ മാസ് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മൾ ഒരു മോളിക്യൂൾ എടുത്തു, ഒരു മോളിക്യൂൾ വാട്ടർ എടുത്തു. ഒരു മോളിക്യൂൾ വാട്ടറിന്റെ മാസ് എത്രയാ? 18 ആണ് അല്ലെ. ഒരു മോളിക്യൂൾ ഓഫ് വാട്ടർ, ഒരു ജലതന്മാത്രയുടെ മാസ് എന്ന് പറയുന്നത് 18 ആണ്. നമ്മൾ അതിനെ ഗ്രാമിലാക്കി പറഞ്ഞു. ഒരു വാട്ടർ മോളിക്യൂളിന്റെ മാസിനെ നമ്മൾ ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്താൽ അത് ഗ്രാം മോളിക്കുലാർ മാസ് ആയി അല്ലെ. ഒരു മോളിക്യൂളിന്റെ മാസ് എത്രയാണോ ആ മാസിനെ ഗ്രാമിലാക്കി പറയുന്നതാണ് ഗ്രാം മോളിക്കുലാർ മാസ്. ഇവിടെ ഒരു മോളിക്യൂൾ വാട്ടറിന്റെ മാസ് 18 ആണ്. ഇതിനെ മിസ് 18 ഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ഗ്രാം മോളിക്കുലാർ മാസ് ആയി. ശരിയല്ലേ? അപ്പോ 1 ഗ്രാം മോളിക്കുലാർ മാസ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ അത് 18 ഗ്രാം ആണ്. ഇനി ഹൗ മെനി മോൾസ് ആർ ദെയർ ഇൻ 180 ഗ്രാം ഓഫ് വാട്ടർ? മക്കളെ 180 ഗ്രാം വാട്ടറിൽ എത്ര മോൾസ് ഉണ്ടെന്നാണ് ചോദ്യം. എത്ര മോൾസ് ഉണ്ടാവും? അപ്പൊ മക്കളെ ഇങ്ങനെ ഒരു വെയിറ്റ് തന്നിട്ട് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാം? വെയിറ്റ് തന്നിട്ട് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ എന്താ? ഗിവൺ വെയിറ്റ് ഡിവൈഡഡ് ബൈ GMM ചെയ്താൽ മതി അല്ലെ, അല്ലെങ്കിൽ GAM. അതായത് തന്നിരിക്കുന്ന മാസ് എത്രയാണോ അതേ ഡിവൈഡഡ് ബൈ 1 ഗ്രാം മോളിക്കുലാർ മാസ് എത്രയാണ്, അല്ലെങ്കിൽ 1 ഗ്രാം അറ്റോമിക് മാസ് എത്രയാണോ അത് കൊടുത്താൽ മതി. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഗിവൺ വെയിറ്റ് ഇവിടെ 180 ആണ്. ഇനി വാട്ടർ ഒരു മോളിക്യൂൾ അല്ലേ, അപ്പൊ നമ്മൾ എടുക്കേണ്ടത് ഗ്രാം മോളിക്കുലാർ മാസ് ആണ്. 1 ഗ്രാം മോളിക്കുലാർ മാസ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ എത്രയാ? 18 ഗ്രാം ആണ്. സോ 180 ഡിവൈഡഡ് ബൈ 18 നമുക്ക് 10 മോൾസ് എന്ന ആൻസർ കിട്ടും. അപ്പൊ 180 ഗ്രാം വാട്ടർ എന്ന് പറഞ്ഞാൽ അത് 10 മോളാണ്. ഇനി ഇവിടെ എത്ര മോളിക്യൂൾസ് ഉണ്ട്? ഇവിടെ എത്ര തന്മാത്രകളുണ്ട്? അതെങ്ങനെ കണ്ടുപിടിക്കാം? മക്കളെ 1 മോൾ വാട്ടർ എടുത്താൽ 1 മോൾ വാട്ടറിനുള്ളിൽ അവഗാഡ്രോ നമ്പർ ആണുള്ളത്. 1 മോൾ വാട്ടറിനുള്ളിൽ അവഗാഡ്രോ നമ്പർ തന്മാത്രകളുണ്ട്. അങ്ങനെയാണെങ്കിൽ 10 മോൾ ആണെങ്കിലോ? 10 മോൾ ആണെങ്കിൽ അവിടെ 6.022 ഇൻറ്റു 10⁻23 ഇൻറ്റു 10 അല്ലെ. 10 1 മോളിൽ 6.022 ഇൻറ്റു 10⁻23 തന്മാത്രകൾ അല്ലെങ്കിൽ മോളിക്യൂൾസ് ഉണ്ട്. അപ്പൊ 10 മോളിൽ എത്രയുണ്ടെന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 10 ഇൻറ്റു അവഗാഡ്രോ നമ്പർ ചെയ്യാം. ഡണ്ണല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. മക്കളെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്, ഇതൊന്ന് അനലൈസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ആൻസർ പറയണം. ഓക്കെ, ഇനി
നോക്കിക്കേ, എന്താ നമ്മൾ കൊടുത്തിട്ടുള്ളത്? 3 ബീക്കർ എടുത്തിട്ടുണ്ട്. 3 ബീക്കറിലും കുറച്ച് കോപ്പർ സൾഫേറ്റ് ലായനി എടുത്തിട്ടുണ്ട് അല്ലെ? ശരി, അങ്ങനെയാണെങ്കിൽ വിച്ച് അയൺ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ കളർ ഓഫ് ദി സൊല്യൂഷൻ? ഈ ലായനിയുടെ നിറത്തിന് കാരണമായിട്ടുള്ള അയൺ ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഏതായിരിക്കും? കോപ്പർ സൾഫേറ്റിന് നല്ല ബ്ലൂ കളറാണ് അല്ലെ? ഈ ബ്ലൂ കളറിന് കാരണം ആരാണ്? നമ്മുടെ Cu2+ അയോൺസ് ആണ് അല്ലെ? Cu2+ അയണുകളാണ് ഈ നീല നിറത്തിന് കാരണം. ഇനി ഇൻ വിച്ച് ബീക്കർ ഡസ് കളർ ചേഞ്ച് ഒക്കർ? ഇതിൽ ഏത് ബീക്കറിലാണ് നിറം മാറ്റം സംഭവിക്കുക എന്നാ ചോദിച്ചിട്ടുള്ളത്. ഏത് ബീക്കറിലായിരിക്കും നിറം മാറ്റം സംഭവിക്കുക? അപ്പൊ നമുക്ക് നോക്കാം. ആദ്യത്തെ ബീക്കറിൽ നമ്മളുടെ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലേക്ക് കോപ്പറിനെ തന്നെ ഇറക്കി വെച്ചിട്ടുള്ളത്. അവിടെ റിയാക്ഷൻ നടക്കോ? ഇല്ല. രണ്ടുപേരുടെയും 2 കോപ്പർ അല്ലേ? റിയാക്ടിവിറ്റിയിൽ വ്യത്യാസമുണ്ടോ? ഇല്ല. അവിടെ റിയാക്ഷൻ നടക്കില്ല. അപ്പൊ എയിൽ റിയാക്ഷൻ നടക്കില്ല. ഇനി ബിയിൽ നോക്കിക്കേ. ബിയിൽ എടുത്തു കഴിഞ്ഞാൽ കോപ്പർ സൾഫേറ്റിലേക്ക് നമ്മൾ അയൺ റോഡിന് ഇരുമ്പ് തണ്ടിനെ ഇറക്കി വെച്ചു. അവിടെ എങ്ങനെയാ മക്കളെ? അപ്പൊ നമുക്കറിയാം ഇരുമ്പിന്റെ റിയാക്ടിവിറ്റി എന്ന് പറയുന്നത് കോപ്പറിനേക്കാൾ കൂടുതലാണ് അല്ലെ? അയൺ ഇസ് മോർ റിയാക്റ്റീവ് ദാൻ കോപ്പർ. അപ്പൊ ഇരുമ്പിന്റെ റിയാക്ടിവിറ്റി കോപ്പറിനേക്കാൾ കൂടുതലായതുകൊണ്ട് തന്നെ ഇരുമ്പ് എന്ത് ചെയ്യും? കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ നിന്നും കോപ്പർ അയണുകളെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, അല്ലെങ്കിൽ ആദേശം ചെയ്യും എന്ന് പറയാം അല്ലെ? അങ്ങനെ ആദേശം ചെയ്താൽ എന്താ സംഭവിക്കുക? അതാ ഇവിടെ ആദേശം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അയൺ കോപ്പർ സൾഫേറ്റുമായിട്ട് റിയാക്ട് ചെയ്ത് ഫെറസ് സൾഫേറ്റ് ആകും. അതേപോലെ തന്നെ കോപ്പർ അയോൺസുകൾ ആറ്റങ്ങൾ അവിടെ റിലീസ് ചെയ്യപ്പെടും. അപ്പോൾ ബ്ലൂ കളർ കുറഞ്ഞു വരും. ബ്ലൂ കളറിന് കാരണം ആരാ? കോപ്പർ അയോൺ. കോപ്പർ അയണിനെ ആദേശം ചെയ്താൽ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പിന്നെ കളർ ഉണ്ടാവോ? പിന്നെ കളർ ഉണ്ടാവില്ല. കളർ മാറി വരുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. അപ്പൊ നോക്കിക്കേ, ഏത് ബീക്കറിലാണ്? ബീക്കർ ബിയിൽ അല്ലെ? രണ്ടാമത്തെ ബീക്കറിലാണ് നിറം മാറ്റം വരിക. എന്തുകൊണ്ടാണ് മക്കൾ? ഇത്രയും ഓർത്താൽ മതി. നിങ്ങൾ ഇത്രയും ഓർക്കുക, ആ ലായനിയിലുള്ള അയണിനേക്കാൾ, സോൾട്ട് സൊല്യൂഷനിലുള്ള അയണിനേക്കാൾ റിയാക്ടിവിറ്റിയെ കൂടിയ മെറ്റൽ ആയിരിക്കണം ഇറക്കി വെക്കേണ്ടത്. എന്നാൽ മാത്രമേ അവിടെ ഡിസ്പ്ലേസ്മെന്റ് നടക്കൂ. റിയാക്ടിവിറ്റി കൂടിയ ആള് കുറഞ്ഞ ആളെ ആദേശം ചെയ്യുന്നു അല്ലെ? കുറഞ്ഞ ആളെ ഡിസ്പ്ലേസ് ചെയ്യുന്നു. അതാണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. അപ്പോൾ ഇവിടെ ഈ കോപ്പർ സൾഫേറ്റിലേക്ക് സിൽവർ ഇറക്കി വെച്ചാൽ റിയാക്ഷൻ നടക്കോ? ഇല്ല. കാരണം കോപ്പറിനേക്കാൾ റിയാക്ടിവിറ്റി കുറഞ്ഞ ആളാണ് സിൽവർ. അപ്പൊ സിൽവറിന് ഒരിക്കലും കോപ്പറിനെ ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റില്ല, ആദേശം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ബീക്കർ ബിയിലായിരിക്കും നോക്കിക്കേ റിയാക്ഷൻ നടക്കുക. ഇനി ഡിഫറെന്റ് ഗാൽവനിക് സെൽസ് ആർ കൺസ്ട്രക്റ്റഡ് യൂസിങ് മെറ്റൽസ് കോപ്പർ, അയൺ ആൻഡ് സിൽവർ. വിച്ച് മെറ്റൽ ആക്ട് ഓൺലി ആസ് കാഥോഡ്? അതായത് നോക്കിക്കേ മക്കളെ, കോപ്പർ, അയൺ, സിൽവർ ഈ 3 ആൾക്കാരെ വെച്ചിട്ട് നമ്മൾ പലതരത്തിലുള്ള ഗാൽവനിക് സെല്ലുകൾ ഉണ്ടാക്കുകയാണ്. ഏത് മെറ്റലാണ് എപ്പോഴും കാഥോഡ് മാത്രമായിട്ട് ആക്ട് ചെയ്യുക? അപ്പൊ നമുക്കറിയാം, ഒരു ഗാൽവനിക് സെൽ എടുത്താൽ റിയാക്ടിവിറ്റി കൂടിയ മെറ്റലിനെ ആനോഡായിട്ടും റിയാക്ടിവിറ്റി കുറഞ്ഞ മെറ്റലിനെ കാഥോഡായിട്ടുമാണ് നമ്മൾ എടുക്കുക അല്ലെ? അപ്പൊ നോക്കിക്കേ, ഇവർ 3 പേരും എടുത്താൽ ഏറ്റവും റിയാക്ടിവിറ്റി കൂടുതൽ അയണിനാണ്, രണ്ടാമത് കോപ്പർ, മൂന്നാമത് സിൽവർ. അപ്പൊ നോക്കിക്കേ മക്കളെ, ഇവിടെ ഏറ്റവും റിയാക്ടിവിറ്റി കുറവുള്ളത് നമ്മുടെ സിൽവറിനാണ്. അപ്പൊ റിയാക്ടിവിറ്റി കുറവുള്ള ആൾക്ക് എപ്പോഴും കാഥോഡായിട്ട് മാത്രമേ ഇരിക്കാൻ പറ്റുകയുള്ളൂ അല്ലെ? അപ്പൊ ഇവിടെ സിൽവറിനാണ് സിൽവർ എപ്പോഴും കാഥോഡായിട്ട് മാത്രമേ ഇരിക്കുള്ളൂ. സിൽവറിനേക്കാൾ റിയാക്ടിവിറ്റി കുറഞ്ഞൊരു ആൾ വന്നാൽ മാത്രമേ സിൽവറിന് ആനോഡാകാൻ പറ്റുള്ളൂ. ഓക്കെ ആണോ? അപ്പോൾ ഓർക്കുക, ഈ പറഞ്ഞ ഗാൽവനിക് സെൽ എടുത്താൽ ആനോഡാണ് റിയാക്ടിവിറ്റി കൂടിയ മെറ്റൽ, കാഥോഡാണ് റിയാക്ടിവിറ്റി കുറഞ്ഞ മെറ്റൽ. ആനോഡ് നെഗറ്റീവ് ആയിരിക്കും, കാഥോഡ് ഇവിടെ പോസിറ്റീവ് ആയിരിക്കും. മറന്നു പോകരുത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വീണ്ടും വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗാൽവനിക് സെല്ലിന്റെ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് എനർജി ചേഞ്ച് ടേക്കിംഗ് പ്ലേസ് ഇൻ എ ഗാൽവനിക് സെൽ? മക്കളെ, ഒരു ഗാൽവനിക് സെല്ലിൽ നടക്കുന്ന ഊർജ്ജ മാറ്റം എന്താ? ഒരു ഗാൽവനിക് സെൽ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലെ, അവിടെ എന്താ സംഭവിക്കുന്നത്? അവിടെ കെമിക്കൽ എനർജി എന്ത് ചെയ്യുന്നു മക്കളെ? ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുന്നു അല്ലെ? ഇലക്ട്രിക്കൽ എനർജി, അതായത് രാസോർജം, മിസ് ഒന്ന് എഴുതിക്കോട്ടെ, രാസോർജം വൈദ്യുതോർജമായിട്ട് മാറുന്നു. രാസോർജത്തെ വൈദ്യുതോർജമായിട്ട് മാറുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി എന്താ? ഐഡന്റിഫൈ ദ ആനോഡ്. ഇവിടുത്തെ ആനോഡിനെ കണ്ടെത്തുക. മക്കൾ, ഇവിടെ ആരൊക്കെയുള്ളത്? ഇവിടെ ഒരു സിങ്ക് റോഡും ഉണ്ട്, അതേപോലെ കോപ്പർ റോഡും ഉണ്ട്. നിങ്ങൾ തന്നെ പറയും, സിങ്ക് കോപ്പറും എടുത്താൽ ആർക്കാണ് റിയാക്ടിവിറ്റി കൂടുതൽ? നമ്മുടെ സിങ്കിനാണ് റിയാക്ടിവിറ്റി കൂടുതൽ അല്ലേ? അപ്പൊ റിയാക്ടിവിറ്റി കൂടിയ സിങ്ക് ആയിരിക്കും ഇവിടുത്തെ ആനോഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ ആനോഡ് ആരാ? സിങ്ക് ആണ്. മക്കളെ, ഇനി ആനോഡിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ നടക്കണം. ആനോഡിൽ എപ്പോഴും എന്താ നടക്കുക? ആനോഡിൽ എപ്പോഴും ഓക്സിഡേഷൻ ആണ് നടക്കുക, ഓക്സീകരണമാണ് നടക്കുക. അപ്പോൾ ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ലോസ് ഓഫ് ഇലക്ട്രോൺസ് ആണ്. ഇലക്ട്രോണിക്സിനെ വിട്ടുകൊടുക്കുന്നതിനെയാണ് നമ്മൾ ഓക്സിഡേഷൻ എന്ന് വിളിക്കുക. മക്കളെ ഓർക്കുക,
എപ്പോഴും നമ്മുടെ സിങ്ക് ആറ്റം എവിടെ കൊണ്ടിട്ടാലും 2 ഇലക്ട്രോൺസിനെയാണ് വിട്ടുകൊടുക്കുക. അപ്പൊ നമ്മുടെ സിങ്ക് 2 ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കും. മക്കളെ, ഇലക്ട്രോൺസിനെ വിട്ടുകൊടുത്താൽ പോസിറ്റീവ് ചാർജ് വരണം. 2 ഇലക്ട്രോൺസിനെ വിട്ടുകൊടുത്താൽ സിങ്കിന് 2 പോസിറ്റീവ് ചാർജ് ആയിട്ട് മാറും. ഇതാണ് ആനോഡിൽ നടക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി എന്താ ക്വസ്റ്റ്യൻ? ഇൻ വിച്ച് ഇലക്ട്രോഡ് ഡസ് ഓക്സിഡേഷൻ ടേക്സ് പ്ലേസ്? ഓക്സീകരണം നടക്കുന്നത് ഏത് ഇലക്ട്രോഡിലാ? നമുക്കൊരു കോഡ് ഉണ്ട്, മിസ് പറഞ്ഞു തന്നു. ആൻ ഓക്സ് ആൻഡ് റെഡ് കാറ്റ്. അതായത് ആനോഡിൽ ഓക്സിഡേഷനും കാഥോഡിൽ റിഡക്ഷനുമാണ് നടക്കുക. റെഡ് കാറ്റ് എന്ന് പറയുമ്പോൾ റിഡക്ഷൻ ഇൻ കാഥോഡ്, ആൻ ഓക്സ് എന്ന് പറയുമ്പോൾ ആനോഡിൽ ഓക്സിഡേഷൻ. അപ്പോൾ ഓക്സിഡേഷൻ എപ്പോഴും നടക്കുന്നത് എവിടെയായിരിക്കും? ആനോഡിലായിരിക്കും അല്ലേ? ആനോഡിലാണ്. ശരി. ഇനി നോക്കിക്കേ, ഈ സെല്ലിൽ നടക്കുന്ന റിഡോക്സ് റിയാക്ഷന്റെ ഇക്വേഷൻ എഴുതണം അല്ലെ. ഈ സെല്ലിൽ നടക്കുന്ന റിഡോക്സ് പ്രവർത്തനത്തിന്റെ രാസസമവാക്യം എഴുതുക. ഇപ്പൊ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ആനോഡിൽ എന്താ നടക്കുക? ആനോഡിൽ നമ്മുടെ സിങ്ക് 2 ഇലക്ട്രോൺസിനെ വിട്ടുകൊടുത്തിട്ട് Zn2+ ആയിട്ട് മാറി. ഇനി കാഥോഡിൽ എന്താ നടക്കുക? കാഥോഡിൽ എപ്പോഴും റിഡക്ഷൻ ആണ്, നിരോക്സീകരണമാണ്. അപ്പൊ നമ്മുടെ കാഥോഡ് ആരാ? കോപ്പർ ആണ്. അപ്പൊ അവിടെ കോപ്പർ അയോണുകൾ ഉണ്ട്. കോപ്പർ എപ്പോഴും Cu2+ അയോൺസ് ആയിട്ട് കാണുക. ഈ കോപ്പർ അയോണുകൾ നമ്മുടെ സിങ്ക് വിട്ടുകൊടുത്ത 2 ഇലക്ട്രോൺസിനെ മേടിക്കും. 2 ഇലക്ട്രോൺസിനെ മേടിച്ചിട്ട് കോപ്പർ ആറ്റമായിട്ട് മാറും. അപ്പൊ ആനോഡിലെയും കാഥോഡിലെയും റിയാക്ഷൻ കിട്ടി. ഇനി റിയാക്ഷൻസിനെ തമ്മിൽ നമ്മൾ ആഡ് ചെയ്യാൻ പോവാണ്. അപ്പൊ 2 ഇലക്ട്രോൺ ക്യാൻസൽ ആകും. സോ Zn plus Cu2+ gives Zn2+ Cu. ഇതാണ് ഇവിടെ നടക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത്. മക്കളെ, വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. മക്കളെ, പലതരത്തിലുള്ള കോൺസെൻട്രേഷൻ മെത്തേഡുകൾ തന്നിട്ടുണ്ട്. നമ്മൾ ഇതിനെ ഒന്ന് പൂർത്തിയാക്കാം. മക്കളെ, ഇത്രയേ ഉള്ളൂ. നോക്കിക്കേ, ആദ്യം നമുക്ക് ഇംഗ്ലീഷ് പറയാം, എന്നിട്ട് മലയാളം പറയാം. നോക്കിക്കേ, പ്രോപ്പർട്ടീസ് ഓഫ് ഓർ. ഓറിന് ഹൈ ഡെൻസിറ്റി, നമ്മുടെ നോക്കി ഇമ്പ്യൂരിറ്റിക്ക് ലോ ഡെൻസിറ്റി. ഓറിന് ഹൈ ഡെൻസിറ്റി, ഇമ്പ്യൂരിറ്റിക്ക് ലോ ഡെൻസിറ്റി ആണെങ്കിൽ അത് എന്താണ്? ലെവിഗേഷൻ അല്ലെ. ലെവിഗേഷൻ അല്ലെങ്കിൽ ഹൈഡ്രോളിക് വാഷിംഗ് ആണ്. ഇനി മാഗ്നറ്റിക് നേച്ചർ എന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ എൻ്റെ കുട്ടികൾ എഴുതണം ഏതാണത്? മാഗ്നറ്റിക് സെപ്പറേഷൻ ആണ് അല്ലെ. മാഗ്നറ്റിക് സെപ്പറേഷൻ. ഇനി ലൈറ്റർ സൾഫൈഡ് ഓർസ് എന്ന് കണ്ടാൽ തന്നെ നമുക്കറിയാം. വേറെ ഒരു പ്രോപ്പർട്ടി ഓർത്തില്ലെങ്കിലും സൾഫൈഡ് ഓർസ് എന്ന് പറഞ്ഞാൽ ഓർക്കുക, അവിടെ ഉപയോഗിക്കുന്ന മെത്തേഡ് ഏതാ? ഫ്രോത്ത് ഫ്ലോട്ടേഷൻ ആണ് കേട്ടോ. ഫ്രോത്ത് ഫ്ലോട്ടേഷൻ ആയിരിക്കും. അപ്പോൾ ഈ ഫ്രോത്ത് ഫ്ലോട്ടേഷന്റെ പ്രത്യേകത എന്താ? ഇവിടെ ഓറ് ലൈറ്ററും ഇമ്പ്യൂരിറ്റി ഹെവിയുമായിരിക്കും. ഇനി അലൂമിനിയം ഓറിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഒരേ ഒരു മെത്തേഡേ ഉള്ളൂ. അത് ഏത് മെത്തേഡാ? ലീച്ചിങ് മെത്തേഡാണ്. മക്കളെ, ഇതും വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ 4ാമത്തെ ചാപ്റ്ററിൽ ഏറ്റവും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി മലയാളം മീഡിയത്തിലെ മക്കൾക്ക് വേണ്ടിയിട്ട് അയിരിന്റെ സാന്ദ്രത കൂടുതലും അപദ്രവ്യത്തിന്റെ സാന്ദ്രത കുറവുമാണെങ്കിൽ നമ്മൾ ഏതാ എടുക്കുക? ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കും. ജലപ്രവാഹത്തിൽ കഴുകൽ അല്ലെ. ഇനി അടുത്തത് കാന്തിക സ്വഭാവം കണ്ടു കഴിഞ്ഞാൽ ഒറ്റൊരു മെത്തേഡേ ഉള്ളൂ, കാന്തിക വിഭജനം. ഇനി സൾഫൈഡ് അയിരുകൾ സാന്ദ്രത കുറഞ്ഞ അയിരിന് സാന്ദ്രത കുറവും അപദ്രവ്യത്തിന് സാന്ദ്രത കൂടുതലുമാണെങ്കിൽ നമ്മൾ പ്ലവന പ്രക്രിയ ഉപയോഗിക്കും അല്ലെ. ഇനി ലാസ്റ്റ് അലൂമിനിയത്തിന്റെ അയിരാണ് ബോക്സൈറ്റിനെ സാന്ദ്രീകരിക്കാൻ ഒരേ ഒരു മെത്തേഡേ ഉള്ളൂ, ലീച്ചിങ് അല്ലെ. ലീച്ചിങ് ആണ്. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. മക്കളെ നോക്കിക്കേ, ദ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് സൾഫ്യൂരിക് ആസിഡിന്റെ വ്യാവസായിക നിർമ്മാണത്തിലെ ഒരു പ്രധാന ഘട്ടത്തിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഇനി ബൈ വാട്ട് നെയിം ദ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് സൾഫ്യൂരിക് ആസിഡ് ഈസ് നോൺ ആസ്? സൾഫ്യൂരിക് ആസിഡിന്റെ വ്യാവസായിക നിർമ്മാണത്തെ നമ്മൾ ഏത് പേരിലാ വിളിക്കുക? കോണ്ടാക്ട് പ്രോസസ് അഥവാ സമ്പർക്ക പ്രക്രിയ എന്ന് വിളിക്കാം അല്ലെ. സമ്പർക്ക പ്രക്രിയ. ഇനി വിച്ച് ഇസ് ദ കാറ്റലിസ്റ്റ്? ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള ഉൽപ്രേരകം ഏതാ? ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള കാറ്റലിസ്റ്റ് ആണ് V2O5 എന്ന് പറയുന്ന വനേഡിയം പെൻഡോക്സൈഡ് അല്ലെ. വനേഡിയം പെൻഡോക്സൈഡിനാണ് നമ്മൾ ഇവിടെ ഉൽപ്രേരകമായിട്ട് യൂസ് ചെയ്യുക. ഇനി മക്കളെ, ഈ താഴെ തന്നിട്ടുള്ള ചേഞ്ചസ് എങ്ങനെ പുരോപ്രവർത്തനത്തിനെ സ്വാധീനിക്കും, എങ്ങനെ ഫോർവേഡ് റിയാക്ഷനെ എഫക്ട് ചെയ്യുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കിക്കേ, മോർ ഓക്സിജൻ ഇസ് ആഡഡ്. നമ്മൾ കുറേ ഓക്സിജൻ കൊടുത്താൽ എന്താ ചെയ്യുക? നമ്മുടെ സിസ്റ്റം ഓക്സിജന്റെ അളവ് കുറയ്ക്കാൻ നോക്കും. നമ്മൾ ഓക്സിജന്റെ അളവ് കൂട്ടിയാൽ വ്യൂഹം ഓക്സിജന്റെ അളവ് കുറയ്ക്കാൻ നോക്കും. അപ്പോൾ എന്താ സംഭവിക്കുക? ഓക്സിജനെ ആരാക്കി മാറ്റും? സൾഫർ ട്രയോക്സൈഡ് ആക്കി മാറ്റാൻ നോക്കും. അതായത് അഭികാരകത്തെ ഉൽപ്പന്നമാക്കി മാറ്റാൻ നോക്കും. ശരിയല്ലേ? അങ്ങനെ അഭികാരകം ഉൽപ്പന്നമാകുന്നത് എവിടെയാ? റിയാക്ടൻസ് പ്രോഡക്റ്റ് ആവുന്നത് എവിടെയാ?
ഫോർവേഡ് റിയാക്ഷനിൽ. അപ്പൊ നമ്മൾ ഓക്സിജന്റെ അളവ് കൂട്ടിയാൽ സിസ്റ്റം ഓക്സിജന്റെ അളവ് കുറയ്ക്കാൻ നോക്കും. അതിന്റെ ഭാഗമായിട്ട് ഫോർവേഡ് റിയാക്ഷന്റെ റേറ്റ് ഇവിടെ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, പുരോപ്രവർത്തനത്തിന്റെ വേഗത ഇവിടെ കൂടുന്നതായിട്ട് കാണാം. ഇനി പ്രഷർ ഇസ് ഡിക്രീസ്ഡ്, പ്രഷർ നമ്മൾ കുറയ്ക്കുകയാണ്. അപ്പൊ മക്കളെ പ്രഷർ എന്ന് പറയുമ്പോൾ 2SO2 + O2 gives 2SO3. ഇതാണ് ഇക്വേഷൻ. പ്രഷർ പറയുമ്പോൾ നമ്മൾ ആരെ നോക്കണം? നമ്പർ ഓഫ് മോൾസിനെ നോക്കണം അല്ലെ. ഇവിടെ 3 മോൾ റിയാക്റ്റന്റ് ഉണ്ട്, 3 മോൾ റിയാക്റ്റന്റ് ഉണ്ട്, 2 മോൾ പ്രോഡക്റ്റ് ഉണ്ട്. ഓക്കെ, നമ്പർ ഓഫ് മോൾസ് എവിടെയാണോ കൂടുതൽ അവിടെ പ്രഷർ കൂടുതലും, നമ്പർ ഓഫ് മോൾസ് എവിടെയാണോ കുറവ് അവിടെ പ്രഷർ കുറവുമായിരിക്കും. അപ്പോൾ ഇവിടെ 3 മോളുള്ള റിയാക്റ്റന്റ് സൈഡിൽ പ്രഷർ കൂടുതലാണ്, 2 മോളുള്ള പ്രോഡക്റ്റ് സൈഡിൽ പ്രഷർ എന്ന് പറയുന്നത് കുറവാണ്, മർദ്ദം കുറവാണ്. ഇനി മക്കളെ ഫോർവേഡ് റിയാക്ഷനിൽ എന്താ സംഭവിക്കുക? പുരോപ്രവർത്തനത്തിൽ നമ്മുടെ റിയാക്റ്റൻസ് പ്രോഡക്റ്റ് ആകുന്നു, അഭികാരകങ്ങൾ ഉൽപ്പന്നങ്ങളായിട്ട് മാറുന്നു. അതായത് 3 മോൾ റിയാക്റ്റൻസ് 2 മോൾ പ്രോഡക്റ്റ് ആകുന്നു, 3 2 ആകുന്നു, നമ്പർ ഓഫ് മോൾസ് കുറഞ്ഞു. നമ്പർ ഓഫ് മോൾസ് കുറഞ്ഞാൽ പ്രഷർ കുറയും. അപ്പൊ നമുക്ക് പറയാം ഫോർവേഡ് റിയാക്ഷനിൽ അല്ലെ, ഇവിടെ ഫോർവേഡ് റിയാക്ഷൻ അഥവാ പുരോപ്രവർത്തനത്തിൽ മർദ്ദം കുറയുന്നു എന്ന് പറയാം. ക്ലിയർ ആണോ? ഇനി തിരിച്ചു ചിന്തിച്ചേ, എന്താ ബാക്ക്വേർഡ് റിയാക്ഷൻ, എന്താ പശ്ചാത് പ്രവർത്തനം? നമ്മുടെ പ്രോഡക്റ്റ് തിരിച്ച് ഉൽപ്പന്നമായിട്ട് മാറുന്നു അല്ലെ. അതായത് പ്രോഡക്റ്റ് തിരിച്ച് റിയാക്റ്റന്റ് ആകുന്നു, ഉൽപ്പന്നം തിരിച്ച് അഭികാരകമായിട്ട് മാറുന്നതിനെയാണ് നമ്മൾ ബാക്ക്വേർഡ് റിയാക്ഷൻ അഥവാ പശ്ചാത് പ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നത്? 2 മോൾ പ്രോഡക്റ്റ് ഡീകമ്പോസ് ചെയ്ത് 3 മോൾ റിയാക്റ്റന്റ് ആകുന്നു. 2 3 ദാറ്റ് മീൻസ് നമ്പർ ഓഫ് മോൾസ് കൂടി, അപ്പൊ പ്രഷർ അഥവാ മർദ്ദം കൂടി. അപ്പൊ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താ? ഇവിടെ ബാക്ക്വേർഡ് റിയാക്ഷനിൽ ഇവിടെ പ്രഷർ കൂടുന്നു. അപ്പൊ നമുക്ക് മനസ്സിലായി, പുരോപ്രവർത്തനത്തിൽ മർദ്ദം കുറയുന്നു, പശ്ചാത് പ്രവർത്തനത്തിൽ മർദ്ദം കൂടുന്നു. ഫോർവേഡ് റിയാക്ഷൻ പ്രഷർ കുറയുന്നു, ബാക്ക്വേർഡ് റിയാക്ഷനിൽ പ്രഷർ കൂടുന്നു. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? പ്രഷർ ഡിക്രീസ് ചെയ്തു. മക്കളെ, നമ്മൾ പ്രഷർ ഡിക്രീസ് ചെയ്താൽ സിസ്റ്റം എന്താ ചെയ്യുക? പ്രഷർ കൂട്ടാൻ നോക്കും. നമ്മൾ പ്രഷർ ഡിക്രീസ് ചെയ്താൽ സിസ്റ്റം പ്രഷർ കൂട്ടാൻ നോക്കും. പ്രഷർ കൂട്ടണമെങ്കിൽ ഇവിടെ ഏത് ഡയറക്ഷനിലേക്കാണ് റിയാക്ഷൻ നടക്കുക? പ്രഷർ കൂടണമെങ്കിൽ ഇവിടെ നമുക്ക് മനസ്സിലാകും ഏത് ഡയറക്ഷനിലേക്കാ. ദാ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ബാക്ക്വേർഡ് ഡയറക്ഷനിലല്ലേ, പശ്ചാത് പ്രവർത്തനത്തിലല്ലേ പ്രഷർ കൂടുക. അപ്പൊ നമ്മൾ പ്രഷർ കുറച്ചാൽ വ്യൂഹത്തിന്റെ പ്രഷർ കൂട്ടണം. പ്രഷർ കൂട്ടണമെങ്കിൽ ഇവിടെ ബാക്ക്വേർഡ് ഡയറക്ഷനിൽ പശ്ചാത് പ്രവർത്തനത്തിന്റെ വേഗതയാണ് കൂടുക. ക്ലിയർ ആയോ? റെഡി ആയോ എൻ്റെ മക്കൾക്ക്? സെറ്റാണോ? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. യെസ് മക്കളെ, നോക്കിക്കേ, ഒരു ഓർഗാനിക് കോമ്പൗണ്ടിന് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഹൗ മെനി കാർബൺ ആറ്റംസ് ആർ ദർ ഇൻ ദ ലോങ്സ്റ്റ് ചെയിൻ ഓഫ് ദിസ് ഹൈഡ്രോ കാർബൺ? ഈ ഹൈഡ്രോ കാർബണിലെ നീളം കൂടിയ ചെയിനിൽ എത്ര കാർബൺ ആറ്റങ്ങളുണ്ട്? അപ്പൊ നമുക്ക് ഇവിടുത്തെ മെയിൻ ചെയിൻ കണ്ടുപിടിക്കണം. ഏറ്റവും കൂടുതൽ കാർബൺ ആറ്റമുള്ള ചെയിൻ അല്ലെ, മോസ്റ്റ് നമ്പർ ഓഫ് കാർബൺ ആറ്റമുള്ള ചെയിൻ ആണ് നമ്മുടെ മെയിൻ ചെയിൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഏതൊക്കെ ചെയിൻ പോസിബിൾ ആണ്? ഒന്നെങ്കിൽ ദാ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ചെയിൻ പോസിബിൾ ആണ്. ഈ ചെയിൻ നമ്മൾ എടുത്താൽ ഇവിടെ എത്ര കാർബൺ ആറ്റങ്ങളുണ്ട്? 1 2 3 4 5 5 കാർബൺ ആറ്റം വരും. ഇനി വേണമെങ്കിൽ ദാ ഇങ്ങനെ ഒരു ചെയിൻ പോസിബിൾ ആണ്. ഇങ്ങനെ ഒരു ചെയിൻ ഉണ്ടെങ്കിൽ അവിടെ 1 2 3 4 കാർബൺ ആറ്റം വരുള്ളൂ. അപ്പൊ നോക്കിക്കേ, ഏത് ചെയിനാ നമ്മൾ എടുക്കേണ്ടത്? കൂടുതൽ നമ്പർ കാർബൺ ആറ്റം ഉള്ളതാ ഈ ഒരു ചെയിനിനെയാണ് നമ്മൾ മെയിൻ ചെയിനായിട്ട് എടുക്കേണ്ടത്. ഈ കുട്ടപ്പൻ നമ്മുടെ ബ്രാഞ്ച് ആണ്. അപ്പൊ മെയിൻ ചെയിനിൽ എത്ര കാർബൺ ആറ്റം ഉണ്ട്? 1 2 3 4 5 5 കാർബൺ ആറ്റം അല്ലെ. 5 കാർബൺ ആറ്റമാണ് നമ്മുടെ മെയിൻ ചെയിനിലുള്ളത്. ഇനി ഗിവ് ദ നെയിം ഓഫ് ദി ബ്രാഞ്ച്. മക്കളെ, ഇവിടുത്തെ ശാഖയുടെ പേരെന്താ? ഇത് എന്ത് ഗ്രൂപ്പാ? CH3 ഗ്രൂപ്പാണ്. CH3 ഗ്രൂപ്പ് ആണെങ്കിൽ അവന്റെ പേരെങ്ങനെയാ വരിക? ഗ്രൂപ്പ് CH3 ആണോ? അവന്റെ പേരെന്തായിരിക്കും? മീഥൈൽ എന്നായിരിക്കും അല്ലെ. അവന്റെ പേര് മീഥൈൽ ഗ്രൂപ്പ് എന്നാണ്. CH3 ഗ്രൂപ്പ് ആണെങ്കിൽ അവന്റെ പേര് മീഥൈൽ ഗ്രൂപ്പ് ആണ്. ഇനി പൊസിഷൻ നമ്പർ, സ്ഥാനസംഖ്യ പറയണം. അപ്പൊ സ്ഥാനസംഖ്യ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നമ്പർ ചെയ്യണം. ഇടത്തുനിന്ന് വലത്തേക്കും വലത്തുനിന്ന് ഇടത്തേക്കും ഒക്കെ നമ്മൾ നമ്പർ ചെയ്യണം. നമുക്ക് നമ്പർ ചെയ്യാം. ദാ പിടിച്ചോ, ലെഫ്റ്റ് ടു റൈറ്റ് നമ്പർ ചെയ്താൽ 1 2 3 4 5. നോക്കിക്കേ, ഇടത്തുനിന്ന് വലത്തേക്ക് ചെയ്താൽ 3ാമത്തെ കാർബണിലാണ് നമ്മുടെ ബ്രാഞ്ച് വരിക. ഇനി നമുക്ക് തിരിച്ച് ചെയ്ത് നോക്കാം. 1 2 3 4 5. നോക്കിക്കേ, വലത്തുനിന്ന് ഇടത്തേക്ക് ചെയ്യുമ്പോഴും 3ാമത്തെ കാർബണിലാണ്. അപ്പൊ ഇവിടെ എങ്ങനെ നമ്പർ ചെയ്താലും നമ്മുടെ ബ്രാഞ്ചിന് കിട്ടുന്നത് 3 എന്ന് പറയുന്ന നമ്പറാണ്. സോ നമ്മുടെ ബ്രാഞ്ചിന്റെ പൊസിഷൻ നമ്പർ എന്ന് പറയുന്നത് എത്രയാ? 3 ആയിരിക്കും.
അല്ലെ 3 ആണ്. ഇനി IUPAC നെയിം പറയാം. എങ്ങനെയാ പറയേണ്ടത്? ആദ്യം ബ്രാഞ്ചുകൾ ഉണ്ടെങ്കിൽ, ശാഖകൾ ഉണ്ടെങ്കിൽ ആദ്യം നമ്മൾ പൊസിഷൻ നമ്പർ, സ്ഥാനസംഖ്യ പറയണം. ഇവിടെ 3ാമത്തെ കാർബൺ ആറ്റത്തിലാണ്, സോ 3 എന്ന് പറയുന്ന നമ്പർ എടുക്കണം. ഇനി നമ്പറിനെ ലെറ്ററിനെയും അക്ഷരങ്ങളെയും സംഖ്യകളെയും തമ്മിൽ വേർതിരിക്കാൻ വേണ്ടി മിസ് അവിടെ എന്ത് ചെയ്യും? ഒരു ഹൈഫൺ ഇടണം. ഇനി നമ്മൾ ബ്രാഞ്ചിന്റെ പേര് പറയണം. ഇത് ഏതാണ് ബ്രാഞ്ച്? മീഥൈൽ ഗ്രൂപ്പാണ് അല്ലെ. ഇനി നോക്കിക്കേ, ഇനി വേർഡ് റൂട്ട് 5 കാർബൺ ആറ്റം ഉണ്ട്. 5 കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ ഇവിടുത്തെ വേർഡ് റൂട്ട് ഏതായിരിക്കും? 5 കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെൻഡ് എന്ന് വരും. ഇനി സിംഗിൾ ബോണ്ട് മാത്രമേ ഉള്ളൂ, ഏകബന്ധനം മാത്രമേ ഉള്ളൂ. അപ്പൊ എങ്ങനെയാ വരിക? ANE എന്ന് ചേർക്കുക. അപ്പോൾ 3-methyl pentane ആണ് ഈ കോമ്പൗണ്ടിന്റെ IUPAC നെയിം എന്ന് പറയുന്നത്. മക്കളെ ഇതെന്തായാലും ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഇതില്ലാതെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്തായാലും ഉണ്ടാവില്ല. IUPAC നോമൻക്ലേച്ചർ ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ പ്രതീക്ഷിക്കുകയേ വേണ്ട. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കിക്കേ. യെസ്, നമ്മൾ എന്ത് ചെയ്യണം? കുറെ റിയാക്ഷൻസ്, നമ്മുടെ ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് ആണ്. ഈ റിയാക്ഷൻസിനെ തമ്മിൽ നമ്മൾ മാച്ച് ദ ഫോളോയിങ് ചെയ്താൽ മാത്രം മതി. ഫസ്റ്റ് റിയാക്ഷൻ എന്താ മക്കളെ? നിങ്ങൾ ഇങ്ങനെ ഓർക്കുക, ഒരു ആൽക്കീനിനെയോ ഒരു ആൽക്കൈനിനെയോ തന്നിട്ട് അതിൻ്റെ ഒപ്പം ഹൈഡ്രജൻ എന്ന് തന്നാൽ, അതായത് ഒരു അൺസാറ്റുറേറ്റഡ് ആയിട്ടുള്ള അപൂരിതമായിട്ടുള്ള ഹൈഡ്രോ കാർബണിനെ തന്ന് അതിൻ്റെ ഒപ്പം ഹൈഡ്രജൻ, ക്ലോറിൻ എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവിടെ നടക്കുന്നത് എന്തായിരിക്കും? അഡീഷൻ റിയാക്ഷൻ ആണ്. അപ്പോൾ ഒന്നാമത്തെ നോക്കിക്കേ, ഇതൊരു ആൽക്കീൻ ആണ്. ആൽക്കീനൊപ്പം ഹൈഡ്രജൻ എന്ന് തന്നിരിക്കുന്നു. അങ്ങനെ കണ്ടാൽ ഓർക്കണം അതെന്തായിരിക്കും? അവിടെ നടക്കുന്നത് അഡീഷൻ റിയാക്ഷൻ ആണ്. ഇനി നോക്കിയാൽ മക്കളെ, CH3 CH2 CH3 നമ്മുടെ പ്രൊപ്പൈൻ ആണ്. റിയാക്ഷൻ കഴിഞ്ഞപ്പോൾ പ്രൊപ്പൈൻ ചെറിയ 2 ആൾക്കാരായിട്ട് മാറി. ഈഥീനുമായി അതേപോലെ തന്നെ മീഥൈൽ ഗ്രൂപ്പുമായിട്ട് മാറി അല്ലെ. ഈഥീനുമായി മീഥൈൽ ഗ്രൂപ്പുമായിട്ട് മാറി. അപ്പൊ വലിയൊരാളെ, ഒരു ലോങ് ചെയിൻ ആയിട്ടുള്ള ഹൈഡ്രോ കാർബണിനെ നമ്മൾ എന്ത് ചെയ്യുക? ചെറുതാക്കി അല്ലെ, ഒരു മിക്സർ ഓഫ് സാറ്റുറേറ്റഡിന്റെയും അൺസാറ്റുറേറ്റഡിന്റെയും ഒരു മിക്സർ ഓഫ് ഹൈഡ്രോ കാർബൺസ് ആക്കി മാറ്റി അല്ലെ. പൂരിത ഹൈഡ്രോ കാർബണുകളുടെയും അപൂരിത ഹൈഡ്രോ കാർബണുകളുടെയും ഒരു മിശ്രിതമാക്കി. അത് ഏത് റിയാക്ഷൻ ആയിരിക്കും? തെർമൽ ക്രാക്കിംഗ് അല്ലെ, അഥവാ താപീയ വിഘടനമാണ്. ക്ലിയർ ആണോ? അപ്പൊ വലിയൊരു ഹൈഡ്രോ കാർബണിനെ ചെറുതാക്കി കുട്ടി ആൾക്കാരാക്കി എന്ന് കണ്ടാൽ നിങ്ങൾ ഓർക്കണം, അത് തെർമൽ ക്രാക്കിംഗ് അഥവാ താപീയ വിഘടനമാണ്. ഇനി നോക്കിക്കേ മക്കളെ, ഒരു ആൽക്കീൻ ആണ്. മക്കളെ ഒരു ആൽക്കെയിൻ, CH4 എന്ന് പറഞ്ഞാൽ മീഥേൻ, ഒരു ആൽക്കെയിൻ ആണ്. ഒരു ആൽക്കെയിനിന്റെ ഒപ്പം നിങ്ങൾ ക്ലോറിൻ എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ, ആൽക്കെയിനിന്റെ ഒപ്പം ക്ലോറിൻ എന്ന് കണ്ടാൽ ഓർക്കണം അവിടെ നടക്കുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ അഥവാ ആദേശ രാസപ്രവർത്തനമാണ്. അപ്പൊ 3ാമത്തെ റിയാക്ഷൻ ഏതാ? ആദേശ രാസപ്രവർത്തനം. പിന്നെ N എന്ന് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? N എന്ന് എവിടെ കണ്ടാലും ഓർക്കുക, അത് പോളിമറൈസേഷൻ റിയാക്ഷൻ ആണ്. അപ്പൊ മിസ് ഇവിടെ പറഞ്ഞു തന്നിട്ടുള്ളത് നിങ്ങൾക്ക് എളുപ്പത്തിൽ ഐഡന്റിഫൈ ചെയ്യാനുള്ള മെത്തേഡുകളാണ്. ഇതും ഒരു 100% ഷുവർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെയാണെങ്കിൽ മക്കളെ, നമ്മുടെ 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഹൗ ഈസ് മെഥനോൾ മാനുഫാക്ചർഡ്? എങ്ങനെ നമുക്ക് എഥനോളിനെ നിർമ്മിക്കാം? എങ്ങനെ നിർമ്മിക്കാം? മൊളാസസിന്റെ ഫെർമെന്റേഷൻ വഴി നമുക്ക് എഥനോളിനെ നിർമ്മിക്കാനായിട്ട് പറ്റും. ഇനി നോക്കിക്കേ, കംപ്ലീറ്റ് ദ ഇക്വേഷൻ. ഇതേതാ ഇക്വേഷൻ? ഇവിടെ നമുക്കൊരു ആൽക്കഹോളും ആസിഡും തന്നിട്ടുണ്ട് അല്ലെ. മക്കളെ ആൽക്കഹോളും ആസിഡും തന്നു കഴിഞ്ഞാൽ അത് ഏത് റിയാക്ഷനാണ് അവിടെ നടക്കുക? ഒരു ആൽക്കഹോളും ആസിഡും തമ്മിൽ റിയാക്ട് ചെയ്താൽ അവിടെ നടക്കുന്ന റിയാക്ഷനാണ് എസ്റ്റെറിഫിക്കേഷൻ അല്ലെ. എസ്റ്റെറിഫിക്കേഷൻ റിയാക്ഷൻ ആണ് നടക്കുക. അവിടെ എന്താ സംഭവിക്കുക? നമുക്ക് നോക്കാം അല്ലെ. റിയാക്ഷനെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. അപ്പൊ നോക്കിക്കേ, ആദ്യം നമ്മുടെ കയ്യിൽ ഒരു ആസിഡ് ഉണ്ട്, CH3COOH എന്ന് പറഞ്ഞിട്ടുള്ള അസറ്റിക് ആസിഡ് ഉണ്ട്. ഈ അസറ്റിക് ആസിഡ് നമ്മുടെ CH3CH2OH എന്ന് പറഞ്ഞ് എഥനോളുമായിട്ട് റിയാക്ട് ചെയ്യാണ്. എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ആൽക്കഹോളിന്റെ കയ്യിലുള്ള ഹൈഡ്രോക്സിൽ ഗ്രൂപ്പും ആസിഡിന്റെ കയ്യിലുള്ള OHും കൂടെ ചേർന്നിട്ട്, ആൽക്കഹോളിന്റെ കയ്യിലിരിക്കുന്ന OHും ആസിഡിന്റെ കയ്യിലുള്ള Hും കൂടെ ചേർന്നിട്ട് ആരായിട്ട് പുറത്തേക്ക് പോകും? വാട്ടർ ആയിട്ട് പുറത്തേക്ക് പോകും. എന്നിട്ട് മിച്ചമുള്ള ആൾക്കാർ തമ്മിൽ റിയാക്ട് ചെയ്ത് പിടിച്ചോ, CH3COO CH2CH3 എന്ന് പറയുന്ന ഈഥൈൽ എഥനോയേറ്റ് അല്ലെ, ഈഥൈൽ എഥനോയേറ്റ് എന്ന് പറയുന്ന എസ്റ്റർ ആയിട്ട് മാറി. കിട്ടിയോ? അപ്പൊ ഒരു ആസിഡും ആൽക്കഹോളും നമ്മൾ റിയാക്ട് ചെയ്താൽ ഒരു വാട്ടർ മോളിക്യൂള് പുറത്തേക്ക് പോയി നമുക്ക് കിട്ടുന്നത് എസ്റ്റർ ആണ്. ഇവിടെ നടക്കുന്ന രാസപ്രവർത്തനം ഏതാ? എസ്റ്ററിഫിക്കേഷൻ ആണ്. മക്കളെ ഈ ഓർഗാനിക് കോമ്പൗണ്ടുകളെ നമ്മൾ ഏത് കാറ്റഗറിയിലാണ് പെടുത്തുക? എസ്റ്റേഴ്സ് അല്ലെ.
എസ്റ്റേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് പെടുത്തുക. മക്കളെ, നമ്മുടെ 7 ചാപ്റ്ററിലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കിൽ നിന്നുള്ള 10 ക്വസ്റ്റ്യൻസ് ആണ് മക്കളെ. ഈ ക്വസ്റ്റ്യൻസ് മാത്രം നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ, ഈ ടോപ്പിക്കുകൾ മാത്രം നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 30 മാർക്ക് വരെ ഉറപ്പായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. മക്കളെ, ഇതേപോലെയുള്ള അടിപൊളി 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 ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇന്ന് വൈകിട്ട് കൃത്യം 7:30 നമ്മൾ ലൈവിൽ വരുന്നുണ്ടാവും. അപ്പോൾ ആരും ആ ലൈവ് മിസ് ചെയ്ത് നമ്മൾ ഒന്നിച്ച് തന്നെ കെമിസ്ട്രി എക്സാമിന് ഫുൾ മാർക്ക് മേടിക്കും മക്കളെ. അപ്പൊ വൈകിട്ട് കൃത്യം 7:30 കാണാം. താങ്ക് യു സോ മച്ച്. സൈനിങ് ഓഫ്. ബൈ.